James sir, good morning. Good morning, James sir. Good morning, Hashmi. Good morning, Pravida. Hi. ഹായ് സർ. അപ്പൊ നമുക്ക് ഒരുപാട് അന്താരാഷ്ട്ര വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങൾ കൂടിയാണല്ലോ ഇത്. പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ഇറാന് സമീപം ചൈനയും റഷ്യയും ഇറാനും ചേർന്ന് അമേരിക്കൻ സൈനിക വിന്യാസത്തിനെതിരെ സേനാഭ്യാസം നടത്തി. ഒപ്പം തന്നെ അമേരിക്കൻ എണ്ണക്കപ്പലിന് നേരെ ഇറാനിയൻ ബോട്ടുകൾ പാഞ്ഞെടുത്തു. അടുത്ത ദിവസങ്ങളിൽ ഇറാനെ ആക്രമിക്കാൻ ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി കാത്തിരിക്കുകയാണ് അമേരിക്കൻ സേന. അങ്ങനെ ആകെപ്പാടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ദിവസങ്ങളാണല്ലോ. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് പ്രവിധ വലിയ സംഭവവാസങ്ങളാണ് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ലോകത്തിൻ്റെ പ്രധാന ശക്തികളൊക്കെ ഈ ഇറാൻ്റെ തീരങ്ങളിലും ഹോർമൂസ് കടലിടുക്കിന് സമീപവും ഒന്നിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. ഒരുപക്ഷെ ലോകമഹായുദ്ധമൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു റീജിയണൽ വാർ എന്നുള്ള തരത്തിലേക്ക്, ഒരു മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥയുണ്ട്. ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോൾ ഏറ്റവും അവസാനം സംഭവിച്ചിരിക്കുന്നത് ചൈനയും റഷ്യയും ഇറാനും ചേർന്ന്, അവർ കൂട്ടാളികളാണ്, അവർ ചേർന്ന് അമേരിക്കയുടെ സേനാ വിന്യാസത്തിനെതിരെ 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകളും ഏതാണ്ട് 13 യുദ്ധക്കപ്പലുകൾ മറ്റു യുദ്ധക്കപ്പലുകളുമായിട്ട് അണിനിരന്നിരിക്കുന്ന അമേരിക്കയ്ക്കെതിരെ ഒരു ബദൽ നീക്കം നടക്കുന്നു എന്നുള്ളതാണ് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന സംഭവവാസങ്ങൾ. അവർ ഹോർമൂസ് കടലിടുക്കിന് സമീപം വലിയ രീതിയിലുള്ള സേനാ വിന്യാസം യുദ്ധക്കപ്പലുകൾ വരുന്നു. ചൈനയുടെ, റഷ്യയുടെ, ഒപ്പം തന്നെ ഇറാന്റെ ബോട്ടുകളും കപ്പലുകളും ഇത് ഒരു ബദൽ നീക്കം നടത്തുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതിനിടയിലാണ് ഈ 2ാം റൗണ്ട് ചർച്ച, സമാധാന ചർച്ച അമേരിക്കയും ഇറാനുമായി പരോക്ഷമായി നടന്നെങ്കിലും ജനീവയിലെ ചർച്ച വേണ്ടത്ര വിജയിച്ചിട്ടില്ല. പല കാര്യങ്ങളിലും ഇറാൻ വഴങ്ങാൻ തയ്യാറല്ല. ആണവായുധ കരാറിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. അവരുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ മാത്രമാണ് അവർ തമ്മിൽ ഒരു തീരുമാനമുള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. അതിനിടയിൽ ചില വലിയ സംഭവവാസങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, 3 ഇറാനിയൻ എണ്ണക്കപ്പലുകൾ ഇന്ത്യ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇറാൻ ഉപരോധം സൃഷ്ടിച്ചിരിക്കുന്ന 3 കപ്പലുകൾ ഇന്ത്യൻ സമുദ്രാതിർത്തി കടന്നപ്പോഴാണ് ഇന്ത്യ പിടിച്ചെടുത്തത്. ഒപ്പം തന്നെ അമേരിക്കയുടെ ഒരു എണ്ണക്കപ്പൽ ഹോർമൂസ് കടലിടുക്കിന് സമീപത്തൂടെ കടന്നു പോകുമ്പോൾ ഇറാൻ ബോട്ടുകൾ 6 ബോട്ടുകൾ വളഞ്ഞ് അതിനോട് ഓർഡർ കൊടുത്തു, കപ്പൽ ഓഫ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അവർ കേൾക്കാതെ സ്പീഡിൽ ഓടിച്ചു പോയി എന്നാണ്. അപ്പോൾ ഒരു സംഘർഷത്തിൻ്റെയും ഏറ്റുമുട്ടലിൻ്റെയും അവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ ലൈവായിട്ടുള്ള മിസൈലുകൾ ഫയർ ചെയ്തിട്ടുണ്ട്. അത് ഹോർമൂസ് കടലിടുക്കിലാണ്. ഒരുപക്ഷെ ഹാഷ്മിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത്, 33 കിലോമീറ്റർ മാത്രം ഇതിനിടയിലൂടെയാണ് ഏതാണ്ട് 33 കിലോമീറ്ററിന് ഇടയിലൂടെയാണ് ഏതാണ്ട് 20% എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്നത്. അതിൽ ഏതാണ്ട് ലോകത്തെമ്പാടുമുള്ള 2 കോടി ബാരൽ എണ്ണ കടന്നു പോകുന്നത് ഈ 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള കടലിടുക്കിലാണ്. അത് തടയുമെന്നാണ് ഇറാൻ ഭീഷണിപ്പെടുത്തുന്നത്. അങ്ങനെ വന്നാൽ ലോകത്തെ സാമ്പത്തിക അവസ്ഥ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. എന്ന് മാത്രമല്ല, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പണപ്പെരുപ്പം ഉണ്ടാവും, എണ്ണയുടെ വില കൂടും. ഇങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കാനിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞാൽ ഏത് നിമിഷവും കയറി ആക്രമിക്കുമെന്നാണ് അമേരിക്കൻ സേന പറയുന്നത്. അവരുടെ യുദ്ധക്കപ്പലുകളൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നു. ഗൾഫിലെ 8 സേനാ താവളങ്ങളിലായി 40,000 സൈനികരുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇറാന് കീഴടക്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.